സോ 2026 ഫെബ്രുവരി മാസം 28 രാവിലെ 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞാനും ബോബിയും ഉണ്ട്. എന്തോ ബോബി പരിപാടി? കലോത്സവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇണൈമൈ യുണൈറ്റഡ്ലി ടുവേർഡ്സ്. സോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിന്റെ കീഴിലുള്ള 70-80 കോളേജുകളിലെ വിദ്യാർത്ഥിനികൾ 7 ദിവസം മത്സരിക്കുന്ന കലയുടെ മാമാങ്കം തിരുവല്ല ആതിഥേയത്വം വഹിക്കുന്നു. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ഫെസ്റ്റിവൽ ഓഫ് ദ ടാലന്റ് ഓഫ് ദ യൂത്ത്സ് ഓഫ് ദിസ് നേഷൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഫെസ്റ്റിവൽ. എല്ലാ ഐറ്റത്തിനും 70-80 ടീമുകളാണ്. ഇന്നലെ ഏതാണ്ട് മാർഗംകളി എന്തോ 70 ടീം തിരുവാതിരക്ക്. രാവിലെ 7 രാത്രി 7 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 7. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് അവർക്കങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. 24 hours they can compete. സ്കൂളിലാണെങ്കിൽ സമ്മതിക്കത്തില്ല, ഇത്ര സമയം കഴിഞ്ഞാൽ അതൊക്കത്തില്ലെന്നൊക്കെ കർശന നിയമങ്ങളുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. They are here to compete. So this is it, the University Union Youth Festival. വേദി 6 മലയാള പ്രസംഗ മത്സരം. വിഷയം ആവിഷ്കാര സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ 122 മത്സരാർത്ഥികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. അന്നു മുതൽ ഇന്നോളം ഭാരതം നിരവധി പുരോഗമന യജ്ഞങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം എന്നാൽ എന്ത് എന്നാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യുവാനും എന്തും പറയുവാനും എന്തും കാണിക്കുവാനുമുള്ള ഒന്നല്ല. മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്, മറ്റുള്ളവരുടെ നന്മകൾക്ക് ഒരു വിലങ്ങ് തടയാവുന്നുണ്ടെങ്കിൽ നമ്മളത് ചോദ്യം ചെയ്യപ്പെടണം. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കേരള സമൂഹത്തില് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഈ സ്വാതന്ത്ര്യം. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമുണ്ട്. മറ്റുള്ളവരിലേക്ക് പകരാൻ അനുയോജ്യ പകരാൻ ഒരുപാട് അവകാശമുണ്ട്. അത് സംഘടിത രീതിയിലാണെങ്കിൽ വ്യക്തിപരമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്നത് എത്രത്തോളം അനിവാര്യമാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മള് 1947 മനുഷ്യരെല്ലാം തമ്മിൽ സാഹോദര്യം ഉയർത്താൻ നിഷ്കർഷിക്കുന്നു എന്നുമുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രഖ്യാപനത്തിന്റെ ആധികാരികത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതായിട്ട് 78 വർഷങ്ങൾ തികയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 15ാം അനുച്ഛേദം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം, ഞാൻ വിശ്വസിക്കുന്ന മതം, ഞാൻ പിന്തുടരുന്ന രാഷ്ട്രീയം യാതൊരു ഭേദങ്ങളും അതും പരപ്പുറമില്ലാതെ പിന്തുടരാൻ എനിക്ക് ഭരണഘടന
സാധിക്കും. നിന്ന് നക്ഷത്രങ്ങളെ പോലും കീഴടക്കുന്ന മനുഷ്യരിലേക്കുള്ള യാത്ര തികച്ചും പരിണാമത്തിന്റെ പ്രക്രിയ മാത്രമല്ല, ഓരോ ഘട്ടത്തിലും പരിമിതികളോട് പോരാടി നിൽക്കുന്ന മാനവ ഇച്ഛാശക്തിയുടെ കഥകളിലാണ്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് തത്തിക്കളിക്കുന്ന പക്വതകളായ പച്ചപരിഷ്കാരികൾ സമൂഹത്തിന്റെ സാംസ്കാരിക മാനത്തിന്റെ ചലനമാറ്റത്തിനു മുന്നിൽ അന്ധത നടിക്കുന്ന ഈ നിർമ്മിത കാലഘട്ടത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്റെ ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇന്ത്യ എന്ന ഈ ജനാധിപത്യ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ സ്വപ്നബോധത്തിന്റെ സത്യവേദമായ ഭരണഘടനയെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുവാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും മൂല്യങ്ങൾക്കും തനതായ സാംസ്കാരിക മൂല്യങ്ങൾക്കും അനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശമായി നാം ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ കലാപങ്ങൾ ശക്തിയാർജിക്കുന്ന ഭീതിതമായ അന്തരീക്ഷം ഇന്ന് ഈ സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൻ വീഴുമ്പോൾ ആരും തന്നെ ഈ യുവജനങ്ങൾ ഒരിക്കലും പ്രതികരിക്കണം. നാം ഓരോരുത്തരുമാണ് നാളെയുടെ ശബ്ദം. അതായിരിക്കട്ടെ നാം ഓരോരുത്തരുടെയും ആപ്തമാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം കൂടിയാണ്. ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ബൈലോക്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഉയരി കൊലക്കൊടുത്താക്കാനാവും കയറിയെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞാൽ അതല്ലേ വിജയമെന്ന്. അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെയുള്ള ഒരു വിഷയത്തിന് കെട്ട വശവും നല്ല വശവും ഉള്ളിടത്തോളം കാലം നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അവരുടെ മുൻപിൽ അവസാനിപ്പിക്കാനും അവരുടെ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമല്ലാത്ത രീതിയിൽ അടുത്തു നിൽക്കുന്ന മനുഷ്യരെ സഹോദരനായിട്ട് കാണാൻ ആരുടെ നെഞ്ചിൽ തറയ്ക്കുന്ന മുഴുവൻ ആത്മാവിനെ കുത്തി നോക്കിക്കുമെന്ന തിരിച്ചറിവോടുകൂടി മനുഷ്യത്വത്തിന്റെ അവസാന ഗണ്ടിയിൽ പെട്ടുപോകാതെ ഈ സമൂഹത്തില് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കുവാൻ, നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ, നമ്മുടെ ആവിഷ്കാരങ്ങളെ, നമ്മുടെ അഭിപ്രായങ്ങളെ എല്ലാം കൃത്യമായിട്ട് ഈ രാജ്യത്തിനകത്ത് രേഖപ്പെടുത്തി പോകുവാനും ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെയും ജനാധിപത്യ സ്വഭാവത്തെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കടപ്പാടും ഉത്തരവാദിത്വവും എനിക്ക് നിങ്ങൾക്കുണ്ട്. നന്ദി, നമസ്കാരം. ഒന്നാമത് നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ സ്വാതന്ത്ര്യമാണ്. ഒരുവന് പറയുവാനുള്ളത് ആരുടെയും ഭയമില്ലാതെ പറയുവാൻ സാധിച്ചാൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രാബല്യത്തിൽ വരും. ഇവിടെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കും. കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഒരു വ്യക്തിക്ക് തന്റെ ലൈംഗിക താല്പര്യങ്ങളെ പോലും പുറം ലോകത്തേക്ക് സമൂഹത്തിലേക്ക് വിളിച്ചോതുമ്പോൾ അതിനെ മറ്റു ഉദ്ദേശത്തോടു കൂടി ഹനിക്കപ്പെടുമ്പോൾ അവിടെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാപ്യമാകുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ട മാധ്യമങ്ങൾ തന്നെ, ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ തന്നെ ചില സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുവാനായിട്ട് വഴിയൊരുക്കുന്നതായി നാം ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അടുത്തുണ്ടായ കുറെ ഉദാഹരണങ്ങളും ജീവൻ നഷ്ടമാകുന്ന ആത്മഹത്യകളുമൊക്കെ മനുഷ്യനായി കാണാതെ മനുഷ്യന്റെ നന്മകളിൽ മനുഷ്യനെ ഒപ്പം നിർത്തുന്ന അവരുടെ വർഗോദ്ധാരണം എന്ന മഹത്തായ ആശയം പങ്കുവെച്ച ഈ കേരളത്തിൽ തന്നെ സംഭവിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് ഹനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ന്യൂസ് ചാനലുകളും എല്ലാം പാവപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ഇതുപോലെ അധികൃത വർഗോദ്ധാരണം നടത്തേണ്ട സമയത്ത് സത്യത്തെ സത്യമായി കാണാതെ തിന്മയെ കൂട്ടുപിടിച്ച് തന്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചും മാനവ സ്വാതന്ത്ര്യത്തെ കുറിച്ചും നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് മാനവ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യം പ്രധാനമാണെന്ന രീതിയിൽ തന്നെ ഇത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും അതിന്റെ അവസരങ്ങളെ വേഗത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ഉള്ളവരിലേക്ക് ഇറങ്ങി ചെന്ന് ഏതൊരു വ്യക്തിയെയോ സമൂഹത്തെയോ വർഗത്തെയോ വംശത്തെയോ ഹനിക്കാത്ത രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ നന്മയുള്ള സംഭാവനകൾ ഒരു സമൂഹത്തിന് നൽകാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതിനെ മറ്റൊരു തരത്തിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ അതൊരുവന്റെ സ്വാതന്ത്ര്യത്തെയാണ് നാം നശിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി
മറ്റൊരുവരല്ല, നാം തന്നെയാണ്. മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ നമുക്കാരാണ് അവകാശം നൽകിയത്? ആരാണ് നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തീരുമാനം നൽകിയതെന്ന് കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലത്തിന്റെ കാലച്ചകൾ കാലെ കുട്ടി കണ്ടതിനെ കാരുണ്യമാണ് കരുണീയമെന്ന് കാർഷിക ലോകത്തിന് കട്ടിക്കൊടുത്ത കാലത്തിന്റെ കാലായി മാറേണ്ട യുവത്വങ്ങൾ അത് നല്ല രീതിയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേ, മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യത്തിന് എതിരെ പോരാടുവാൻ നമുക്കാരും അവകാശം നൽകിയിട്ടില്ല. ചിലർ മനുഷ്യരെ കാണുന്നത് അല്ലെങ്കിൽ ചില വസ്തുക്കളെ കാണുന്നത് ഗ്രൂപ്പുകളെ പോലെയാണ്. എന്താണ് ഗ്രൂപ്പുകളുടെ അവസ്ഥ? കണ്ടാൽ കണ്ണുകളിൽ അറപ്പുറക്കുന്ന, തൊട്ടാൽ കൈകളിൽ മാലിന്യം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേ, മാറ്റം അനിവാര്യമാണ്. ഗ്രൂപ്പുകളിൽ നിന്ന് പാറി പറക്കുന്ന വർണ്ണശബളമായ ചിത്രശലഭങ്ങളായി മാറുന്നത് പോലെ സ്വാധീനങ്ങൾ പല ഭാഗത്തു നിന്നും നമുക്ക് സ്വാധീനങ്ങൾ ലഭിക്കും. രാഷ്ട്രീയപരമായ സ്വാധീനം ലഭിക്കും, മതപരമായ സ്വാധീനം ലഭിക്കും, കൂടാതെ വ്യക്തിപരമായ ചില സ്വാധീനങ്ങൾ നമുക്ക് ലഭിക്കും. സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നെങ്കിൽ പോലും ചിലവരുടെ തീരുമാനങ്ങൾക്ക് കൂടെ കൂട്ടിക്കൊണ്ട് നാം ആ സ്ഥാപനത്തിൽ മറ്റൊരുത്തന്റെ അവകാശത്തെ നാം നിരോധിക്കപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ആരാണ് ഇതിനെല്ലാം നമുക്ക് അവകാശം നൽകിയത്? ആവിഷ്കാര സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ നാം കടന്നു പ്രസക്തമാണ്. എന്നാൽ ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കലും ജീവൻ പൊലിയുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു കാരണമായി മാറുന്നിടത്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ ആർട്ടിക്കിൾ 19 ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്ത് തോന്നിവാസവും എന്തും വായിക്കുന്നതെല്ലാം ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രമല്ല, ചിലയിടങ്ങളിൽ ഇതേ വ്യക്തി തന്നെ നിശബ്ദനായിരിക്കണമെന്നും നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാരോട് പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് എന്തിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തീർത്തും വ്യക്തമാണ്. സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ തൊട്ടറിഞ്ഞു. ഇതെല്ലാം ഒരു ജീവൻ പൊലിയുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ രാജ്യത്തിന്റെ സമാധാനം, ഈ രാജ്യത്തിന്റെ ഘടനയെല്ലാം തന്നെ ഒരു മോറലിക്കുന്ന വിധത്തിലാണ് ഈ രാജ്യത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ന് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളും ഷോർട്ട് സ്റ്റോറികളും ചെറുകഥകളെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ആവിഷ്കാരം എന്നാണല്ലോ നമ്മുടെ കേരളത്തെ നാം വിശേഷിപ്പിക്കാറുള്ളത്. ഇതേ കേരളത്തിൽ തന്നെ പ്രതി ദിവസം 25 മുതൽ 30 വരെയുള്ള 30ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൽ 10 മുതൽ 20 വരെയുള്ള ആത്മഹത്യകൾക്ക് കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. കേരളം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്ത്യ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാവിധത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൃത്യമായി മനസ്സിലാക്കാനും അത് യഥാവിധം ഉപയോഗിക്കാനും കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും കഴിയട്ടെ എന്ന് ഈ വേളയിൽ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. അധർമ്മത്തിലേക്ക്, പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക്, ഇങ്ങനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വഴിമാറി പോവുകയാണ് നാമും നമ്മുടെ സമൂഹവും. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുവാൻ പോകുന്ന വിഷയം ആവിഷ്കാര സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നെഴുന്നേറ്റ നിമിഷത്തിൽ തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ചരമക്കുറിപ്പെഴുതിയവരായിരുന്നു ഏറെ. എന്നാൽ അമ്പരപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും ശ്രേണിവൽക്കരിക്കപ്പെട്ട സാമൂഹ്യ ഘടനയും അവികസിതമായ സമ്പദ്ഘടനയും ഒക്കെയുള്ള ഇന്ത്യ ഒരു ദേശരാഷ്ട്രമാണെങ്കിൽ ഭൂമധ്യയിലേക്ക് അങ്ങനെ വിളിക്കേണ്ടി വരുമെന്ന് വിദഗ്ധ ചർച്ച അന്ന് പരിഹസിച്ചു. എന്നാൽ ആ പരിഹാസങ്ങൾക്കും സന്ദേഹങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഇപ്പുറം ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറെ അഭിമാനം കൊള്ളിക്കുന്ന ഘടകമാണ്. എന്നാൽ ഇന്നും നാം അനുവദിക്കുന്ന ഈ കലുഷിതമായ കാലഘട്ടത്തിൽ ഒരു യുവാവിന്, ഒരു മനുഷ്യന് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ വികസനം? ഇന്ന് നാം ഏറെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു മനുഷ്യന് എന്റെ കണ്ണുകൾ പിടിച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു നമ്മൾ സ്വതന്ത്രരാണ്. അത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും സ്വതന്ത്രരാണ്. എന്നിട്ടും നമ്മെ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വിലങ്ങുകളിൽ പെടുത്തിക്കൊണ്ട് നാം ജീവിക്കണമെന്ന് പറയുന്നതും നമ്മുടെ സൃഷ്ടികൾക്ക് കുറേയേറെ മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നതും അങ്ങേയറ്റം ഹിതകരമല്ലാത്ത പ്രവൃത്തികളാണ്. ഒരിക്കലും ഒരു കലാകാരനോട് മഞ്ഞവേന്ദ്ര നിൽപ്പുകം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ഭരണകൂടത്തിനും സമൂഹത്തിനും വെടിവെപ്പ് പാടുവാനുള്ളവരായിട്ടല്ല നാം കാണേണ്ടത്.
സമൂഹത്തിന്റെ നേർപരിച്ഛേദങ്ങളെ അവതരിപ്പിക്കുവാനുള്ളതായിട്ടുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കലാകാരന്മാരോടും മാധ്യമങ്ങളോടും നമ്മുടെ ഭരണകൂടം ചെയ്ത പൂർണ്ണതകളെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നു. അന്ന് മാധ്യമങ്ങളെയും കലാരൂപങ്ങളെയും കർത്തവ്യവൽക്കരിക്കുകയും തങ്ങളുടെ ഹിതത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്തത് നാം നോക്കുകയാണ്. അന്ന് ദുർബാന്യത്തിൽ നടന്ന വെടിവെപ്പിലൂടെ മരിച്ച ആളുകളെ 1:38 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ യൂത്ത് ഫെസ്റ്റിവൽ ഇണൈമൈ ഒരു സ്പെഷ്യൽ പേരാണ്. ഞങ്ങളുടെ രൂപനുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗ മത്സരം. കൊള്ളാമോ? പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഇനിയും 100-100 പേര് പങ്കെടുക്കുവാനുണ്ട്. ഞങ്ങള് പതുക്കെ സ്ഥലം വിടുകയാണ്. എല്ലാ ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും ഞാൻ ഈ പണ്ട് പ്രസംഗ മത്സരത്തിനെല്ലാം സ്ഥിരം തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു വാക്യമാണ് യുവാക്കളുടെ ക്രോധമാണ് ചരിത്രത്തിന്റെ ചാലക ശക്തി. The wrath of the youth is the driving force of history. വിക്ടർ യുഗോടെയാണ് അത് പറയുന്നത്. സോ യുവാക്കളുടെ ക്രോധമാണ്, നല്ല പോസിറ്റീവ് റാത്താണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രോധമാണ് ചരിത്രത്തിന്റെ ചാലക ശക്തി. എല്ലാവിധ ആശംസകളും. ഇണൈമൈ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ഈസ് ഗോയിങ് ഓൺ. ഇണൈമ മൊമെന്റ്സ് അറ്റ് മാർത്തോമ കോളേജ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഒരു ബ്ലോക്കാണ്. ഞങ്ങളൊക്കെ 10-25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പഠിച്ച കോളേജിന്റെ മനോഹര ക്യാമ്പസ് ആണ് ഇത്. മമ്പള്ളീസ് ബെസ്റ്റ് ബേക്കറിയുടെ ഒരു ചെറിയ സ്നാക്സ് ബാറും ഒക്കെ ഇവിടെ ഉണ്ട്. മമ്പള്ളി തലശ്ശേരി എന്നുള്ള പെരുമയാണ്. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ഇവിടെ ഇങ്ങനെ കുറെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ, കഥകളുടെ സുൽത്താനായ ബഷീർ സാറിന്റെ ബാല്യകാല സഖിയിലെ ഒരു ചെറിയ എന്തോ ഒരു പറയുന്നേ, അവളൊരു റോസാപ്പൂ വിറുത്ത് മണത്തിട്ട് മുടിക്കെട്ടിൽ തിരികി. മജീദ് പറഞ്ഞു, ആ ചെമ്പരത്തിപ്പൂവായിരുന്നു കൂടുതൽ യോജിപ്പു. ഇത് കേട്ട് സുഹറ ചിരിച്ചു. എന്തോ ഇതിന്റെ അർത്ഥം ശരിക്കും വട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വട്ടും ഒരു പ്രത്യേക വട്ടാണ്. അതുകൊണ്ട് ബഷീറിന്റെ ഒത്തിരി കഥകൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. എല്ലാം ഒരു സറ്റേഴ്സ് പോലെയാണ്, ചെറിയ ചെറിയ ഭംഗിയേറിയ കഥകൾ. വി മിസ് ഹിം. സോ ദിസ് ഈസ് ദ ട്രൂ കേരള സ്റ്റോറി. കേരളത്തിനൊരു കഥയുണ്ട്. അത് കേരളത്തിന്റെ നന്മയുടെ, സൗന്ദര്യത്തിന്റെ, ആസ്വാദനത്തിന്റെ, കലയുടെ കഥയാണ്. ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ് ദാറ്റ് സ്റ്റോറി here at Marthoma College, Siruvalla, on behalf of the Mahatma Gandhi University Youth Festival Inaima Moments. അപ്പോൾ നമ്മുടെ ഡയാന ടീച്ചറെ കണ്ടിരിക്കുകയാണ്. ടീച്ചർ സെന്റ് തെരേസസ് കോളേജിൽ നിന്ന് വന്നതാണ് അല്ലേ? എന്റെ സിസ്റ്റർ അനുവിന്റെ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ? സെന്റ് തെരേസസ് ഒക്കെ ഫുൾ ടീം വരുന്നുണ്ടോ? എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കുവോ? നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആണെന്ന് നമുക്കറിയാം. എല്ലാ വർഷവും ഫസ്റ്റ് 3-ലൊക്കെ സമ്മാനം കിട്ടുന്നതല്ലേ ഓവറോൾ? അപ്പം 1 വർഷമായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇണൈമയെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നതുകൊണ്ട് പ്രത്യേക സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. All the best for all the events. So, Marthoma College നമ്മ പഠിച്ച കോളേജാണ്. സോ കോളേജിന്റെ ക്യാമ്പസ് ഈ വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്യുകയാണ്. സോ യുണൈറ്റഡ്ലി വി മൂവ്. ഇണൈമൈ യുവത്വത്തിന്റെ ആഘോഷമാണ്. ഫെസ്റ്റിവൽ ഓഫ് യൂത്ത്ഹുഡ്, കലയുടെ, സന്തോഷത്തിന്റെ, തുടിപ്പിന്റെ, സ്പന്ദനത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന നിമിഷങ്ങൾ. മാർത്തോമ കോളേജ് ക്യാമ്പസ് ഈസ് റെഡി ഫോർ ദ ബിഗ് ഇവന്റ്. ഞാനും അതിന്റെ ഭാഗമായി പിരിയുകയാണ്.